ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അദ്ദർസുൽ ഖാമിസ്. ഇവിടെ ആയത്തുണ്ടല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബിനെ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് കേട്ടോ. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, റൗള ഷരീഫാണ് അല്ലേ. നമ്മളിവിടെ ഈ പാഠത്തിൽ പഠിക്കുന്ന എന്താ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് രണ്ട് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഒരു നീല കളറുണ്ട്, ഒരു ചുവപ്പ് കളറുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. അടുത്തടുത്തുള്ള രണ്ട് ഇസ്മുകളായിരിക്കും അത്. അടുത്തടുത്തുള്ള രണ്ട് ഇസ്മ. അതപ്പം അത് നല്ലോണം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കൂട്ടി പറയാം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബിയുനാ അവിടെ ഉണ്ടോ? രണ്ട് കളറല്ലേ? നബിയുനാ എന്നുള്ളടത്ത് അതാണ്. ആ രണ്ട് കളറാണ് ശ്രദ്ധിക്കേണ്ടത്. നീല കളറിൻ്റെ പേര് മുലാഫാണ്, ചുവപ്പ് കളറിൻ്റെ പേര് മുലാഫുൻ ഇലൈഹി എന്നാണ്. അത്ര പഠിച്ചാൽ ഇപ്പോൾ തൽക്കാലം കേട്ടോ. ബാക്കി പിന്നെ പറയാം. നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. വഖാതിമുൽ അംബിയായി, അന്ത്യപ്രവാചകരുമാണ് അല്ലേ. പ്രവാചകന്മാരുടെ അല്ലേ അന്ത്യത്തെ ആളും അവസാനത്തെ ആളുമാണ്. അൻസലല്ലാഹു അലൈഹിൽ ഖുർആൻ, തങ്ങളുടെ മേലിൽ അള്ളാഹു താല ഖുർആൻ ഇറക്കി അല്ലേ. ഖുർആനെ അൻസല എന്താ അവിടെ? അൻസല ഇറക്കി. അൻസലല്ലാഹു അള്ളാഹു ഇറക്കി അലൈഹി തങ്ങളുടെ മേലിൽ അൽ ഖുർആന ഖുർആനെ. വൽ ഖുർആനു ഖുർആന് കിതാബുല്ലാഹി. ആ കളറെല്ലാം ശ്രദ്ധിക്കണ്ടോ? കിതാബു മുലാഫ് അല്ലാഹി മുലാഫിനിലൈഹി. കിതാബുല്ലാഹി വ മുഅ്ജിസത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ എന്താണ്? അള്ളാഹിൻ്റെ ഗ്രന്ഥമാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്വമാണ് അല്ലേ. ആ മാനുഷിക ശക്തി അല്ലേ. പ്രവാചകൻ എന്താ മോചിതത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദുറൂസിൽ അല്ലേ. അംബിയ മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന മാനുഷിക കഴിവുകളാണ്. അതിലേറ്റവും അവസാനത്തെ അല്ലേ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മോചിതത്വം ഏതാണ്? ഖുർആനാണ്. നോക്കൂ, ദഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തു അല്ലേ, ദഅവത്ത് ചെയ്തു, ക്ഷണിച്ചു. അന്നാസ ജനങ്ങളെ. ദഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ എവിടേക്കാണ് ക്ഷണിച്ചത്? ഇലാ കലിമത്തി തൗഹീദ്, തൗഹീദിൻ്റെ വചനത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് അല്ലേ. ഇലാ കലിമത്തി തൗഹീദ്. കലിമത്ത് മുലാഫ്, തൗഹീദ് മുലാഫിനിലൈഹി കേട്ടോ. ചുവപ്പൊക്കെ എന്താണ്? മുലാഫിനിലൈഹിയാണ്. ഫഅഖ്റജഹും, എന്നിട്ട് അവരെ പുറത്തു കൊണ്ടുവന്നു. മിൻ ത്വരീഖിൽ ളലാലത്തി, പഴച്ച വഴിയിൽ നിന്ന്, വഴികേടിൻ്റെ വഴിയിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുവന്നത്? പുറത്തു കൊണ്ടുവന്നത് ഇലാ സബീലിൽ ഹിദായത്തി. ത്വരീഖ് സബീലൊക്കെ പറഞ്ഞാൽ വഴി എന്നാണ്. സന്മാർഗ വഴിയിലേക്ക് അവരെ കൊണ്ടുവന്നു, അവരെ പുറത്തു കൊണ്ടുവന്നു അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വമിൻ ദുലുമാതിൽ കുഫ്രി, അവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ നിന്ന്, ഇരുളുകളിൽ നിന്ന്, അവിശ്വാസത്തിൻ്റെ, സത്യനിഷേധത്തിൻ്റെ, നന്ദികേടിൻ്റെ ഇരുളുകളിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവന്ന്? ഇലാ നൂരിൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ പ്രഭയിലേക്ക്, വിശ്വാസ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവന്നു അല്ലേ. നൂരിൽ ഈമാൻ. മജ്ലിസ് നൂർ എന്നൊക്കെ പറയില്ലേ. അപ്പം മജ്ലിസ് അന്നൂർ. മജ്ലിസ് നീല കളറിലായിരിക്കും, അന്നൂർ ഇതായിരിക്കും, ചുവപ്പായിരിക്കും അല്ലേ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന അല്ലേ. സൂറത്തുൽ ഹസദ് ലിമൻ കാന യർജുല്ലാഹു വൽ യൗമൽ ആഖിർ അല്ലേ. അള്ളാഹുവിൽ നല്ല വിശ്വസിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതന് എന്തുണ്ട്? ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട് അല്ലേ. ഖുർആനായത്താണ് കേട്ടോ അത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലില്ലാഹി എന്ന് ശ്രദ്ധിക്കുക, ഉസ്വത്തുൻ ഹസനത്തുൻ. വഖാല നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. വിശിഷ്ട സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് അല്ലേ, ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലേ. വഖാല നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു
ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അവിടെ മകാരിമ മുളാഫാണ്, അൽ അഖ്ലാഖി മുളാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ അതാണ് ഇതിൽ പഠിക്കുന്നത്. ഇനി അടുത്ത പേജ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് പിന്നത്തെ പേജിൽ നമുക്ക് ചോദ്യോത്തരം കണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കറക്റ്റ് പറയണം. പറയില്ലേ? പറയില്ലേ വെച്ചാൽ എന്താ പറയാ? ഇൻഷാ അല്ലാ എന്നാണ് പറയാ. പറയില്ലേ?